കോട്ടയം ഈരാറ്റുപേട്ട നഗരസഭയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം. ചെയർപേഴ്സൺ സ്ഥാനമില്ലെങ്കിൽ ഭരണത്തിന്റെ ഭാഗമാകാനില്ലെന്ന് കോൺഗ്രസ്. മണ്ഡലം പ്രസിഡന്റിന്റെ ഓഡിയോ സംഭാഷണം പുറത്ത്. ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടും അയയാതെ രണ്ട് പാർട്ടികളും. നഗരസഭയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഓഡിയോ സന്ദേശം ഒന്ന് കേൾക്കാം. പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ ചർച്ചകൾ കേൾക്കാനിടയായി. നമ്മൾ UDF നേതൃത്വവും പലതവണ കൂടുകയും 2 വർഷം ചെയർമാൻ സ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ വളരെ ധിക്കാരപരമായിട്ടാണ് അവരുടെ സംസാരം ഉണ്ടായത്. നിങ്ങൾക്കൊരു കാരണവശാലും തരില്ല എന്നാണ് പല ആവർത്തി അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. ഇന്നലെ വൈകുന്നേരം പ്രിയപ്പെട്ട നമ്മുടെ MP ആൻ്റോ ആൻ്റണിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ചെയർമാൻ സ്ഥാനം ഇല്ലാതെ നമ്മൾ അവരുമായി ചേർന്ന് മുമ്പോട്ട് പോവുകയില്ല. തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് ലീഗ് ഭിന്നത വ്യക്തമാണ്. എറണാകുളത്തും ആ അർത്ഥത്തിൽ വലിയ ചർച്ചകൾ ആണ് കോംപ്രമൈസിനായി ശ്രമിക്കുന്നത്, സാക്ഷാൽ ഡൊമിനിക് പ്രസന്റേഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ. ഇപ്പോഴിതാ ഈരാറ്റുപേട്ട നഗരസഭയിലും അത് പൊളിഞ്ഞു പുറത്തെത്തുകയാണ്. തീർച്ചയായിട്ടും കൊച്ചിയിൽ മാത്രമല്ല കോട്ടയത്തെ ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല കോട്ടയത്തെ മറ്റ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും സമാനമായ രീതിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ തർക്കങ്ങൾ 2 ദിവസങ്ങൾക്കുള്ളിൽ പുറത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനിടയിലാണ് ഈരാറ്റുപേട്ടയിലെ തർക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ ആകെ മുനിസിപ്പൽ കൗൺസിൽ വാർഡുകൾ 29 അതിൽ 16 UDF വിജയിച്ചത്. ആ 16-ൽ 9 ലീഗും 5 കോൺഗ്രസും 2 വെൽഫെയർ പാർട്ടിയുമാണ്. അങ്ങനെയാണ് UDFന് 16 എന്ന കക്ഷിനിലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 3 SDPIയും ഒപ്പം തന്നെ 10 LDFുമാണ് മറ്റ് കക്ഷിനില. നിലവിൽ കോൺഗ്രസിൻ്റെ പിന്തുണയില്ലാതെ ലീഗിന് ചെയർമാൻ സ്ഥാനത്തേക്ക് കടന്നു വരാൻ കഴിയുകയില്ല. മുൻകാലഘട്ടങ്ങളിൽ ലീഗിനോട് പലതവണ കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ആദ്യ ടേമിൽ ലീഗ് ചെയർമാൻ സ്ഥാനം കൈയടക്കുകയും എന്നാൽ പിന്നീട് ടേം പാലിക്കാതെ ലീഗ് ചെയർമാൻ സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ പൊതുവികാരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ കോൺഗ്രസിന് ആദ്യത്തെ ടേമിൽ 2 വർഷക്കാലം ചെയർമാൻ സ്ഥാനം വേണമെന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ UDFിലെ പ്രധാനപ്പെട്ട കക്ഷി കൂടിയായിട്ടുള്ള ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അവരുടെ മണ്ഡലം പാർട്ടിയുടെ മണ്ഡല ഗ്രൂപ്പിൽ നൽകിയിട്ടുള്ള ഓഡിയോ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നത് ലീഗ് നേതൃത്വവുമായിട്ട് നേതാക്കന്മാർ ഉൾപ്പെടെ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായിലും ഒപ്പം തന്നെ ആൻ്റോ ആൻ്റണി MP ഉൾപ്പെടെയുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചയിൽ പോലും വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല. ലീഗ് നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എങ്കിൽ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കും. ലീഗിൻ്റെ മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇനി കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റിൻ്റെ ഓഡിയോ സംഭാഷണത്തിലൂടെ പുറത്തു വരുന്നത്. നിലവിൽ ഈ തർക്കങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെയർമാൻ സ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷാദ്. ശരി, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.